ടെക് ലോകത്തെ വാർത്തകൾ. SUV-കളുടെ കുതിപ്പിനിടയിലും ഇന്ത്യയുടെ പ്രിയപ്പെട്ട കാറായി വീണ്ടും ഒരു സെഡാൻ. 2026-ലെ ആദ്യ 6 മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മോഡലായി മാരുതി സുസുക്കി ഡിസയർ കിരീടം തിരിച്ചുപിടിച്ചു. 2026-ലെ ആദ്യ 6 മാസത്തെ ഇന്ത്യൻ കാർ വിപണിയിലെ വിൽപ്പനാ കണക്കുകൾ പുറത്തുവന്നപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറായി വീണ്ടും മാരുതി സുസുക്കി ഡിസയർ മാറി. ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 1,26,204 യൂണിറ്റുകളാണ് ഡിസയറിന്റെ വിൽപ്പന. ഇതോടെ SUV-കളുടെ ആധിപത്യം നിലനിൽക്കുന്ന വിപണിയിലും ഒരു സെഡാൻ മോഡൽ 1ാം സ്ഥാനത്തെത്തിയത് ശ്രദ്ധേയമായി. 2ാം സ്ഥാനത്ത് ടാറ്റ പഞ്ച്, 3ാം സ്ഥാനത്ത് ടാറ്റ നെക്സോൺ എന്നിവയാണ്. 4ാം സ്ഥാനത്ത് മാരുതി എർട്ടിഗയും 5ാം സ്ഥാനത്ത് വാഗണാറും ഇടപിടിച്ചു. ആദ്യ 15 മോഡലുകളിൽ 9 വാഹനങ്ങളും മാരുതി സുസുക്കിയുടേതാണെന്നതും കമ്പനിയുടെ വിപണി ആധിപത്യം വ്യക്തമാക്കുന്നു. പുതിയ തലമുറ ഡിസയറിന്റെ ഡിസൈൻ, കൂടുതൽ മൈലേജ്, മെച്ചപ്പെട്ട സുരക്ഷാ സവിശേഷതകൾ, മികച്ച വിലമൂല്യ അനുപാതം എന്നിവയാണ് വിൽപ്പന വർദ്ധിക്കാൻ കാരണമായതെന്നാണ് വിപണി വിലയിരുത്തൽ. കുടുംബ ഉപഭോക്താക്കളുടെയും ഫ്ലീറ്റ് ഓപ്പറേറ്റർമാരുടെയും മികച്ച സ്വീകാര്യതയും ഡിസയറിന്റെ മുന്നേറ്റത്തിന് കരുത്തായി. അതേസമയം SUV വിഭാഗത്തിൽ ടാറ്റ പഞ്ചും നെക്സോണും, മാരുതി ബ്രെസ്സയും ഫ്രോങ്സും, മഹീന്ദ്ര സ്കോർപിയോയും ശക്തമായ മത്സരം തുടരുകയാണ്. എന്നിരുന്നാലും 2026-ലെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ ഏറ്റവും ജനപ്രിയ കാർ എന്ന കിരീടം മാരുതി ഡിസയർ സ്വന്തമാക്കിയത് സെഡാൻ വിഭാഗത്തിന് വലിയ തിരിച്ചുവരവായാണ് വാഹന വിപണി വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാൻ ഒരുങ്ങി ഓപ്പോ. 3 200 മെഗാ പിക്സൽ ക്യാമറകളുമായി ഫൈൻഡ് X10 Pro Max എത്തുമെന്ന റിപ്പോർട്ട്. സ്മാർട്ട് ഫോൺ ക്യാമറ രംഗത്ത് മറ്റൊരു വലിയ വിപ്ലവത്തിന് ഓപ്പോ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. കമ്പനിയുടെ അടുത്ത പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഓപ്പോ ഫൈൻഡ് X10 Pro Max ലോകത്തിലെ ആദ്യ 200 മെഗാ പിക്സൽ ക്യാമറ സിസ്റ്റവുമായി എത്തുമെന്നാണ് പുതിയ ലീക്കുകൾ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ ടെക് ലോകത്തെ പ്രമുഖർ, ലീക്കർമാർ പുറത്തുവിട്ട വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഫോണിൽ 200 MP പ്രൈമറി ക്യാമറ, 200 MP അൾട്രാ വൈഡ് ക്യാമറ, 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ എന്നിവ ഉൾപ്പെടും. ഈ 3 സെൻസറുകളുടെ ആകെ റെസൊല്യൂഷൻ 600 മെഗാ പിക്സൽ ആയതിനാലാണ് ഇതിനെ 600 MP ക്യാമറ സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ചിത്രങ്ങളിലെ നിറങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ മൾട്ടി സ്പെക്ട്രൽ കളർ സെൻസറും ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. ക്യാമറയ്ക്ക് പുറമെ 6.89 ഇഞ്ച് 2K LTPO OLED ഡിസ്പ്ലേ, 144 Hz റിഫ്രഷ് റേറ്റ്, അതിസൂക്ഷ്മ ബെസലുകൾ, അടുത്ത തലമുറ 2nm മീഡിയാടെക് ഡയമൻസിറ്റി 9600 പ്രോ പ്രോസസർ, 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എന്നിവയും ഫോണിന്റെ പ്രധാന ഹൈലൈറ്റുകളാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ചിപ്പ് കൂടുതൽ വേഗതയും മികച്ച AI പ്രോസസ്സിംഗും കുറഞ്ഞ വൈദ്യുതി ഉപഭോഗവും നൽകുമെന്നാണ് വിലയിരുത്തൽ. ഹാസൽബ്ലാഡുമായി ചേർന്നുള്ള ക്യാമറ ട്യൂണിങ്ങും ഉയർന്ന നിലവാരത്തിലുള്ള കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി സവിശേഷതകളും ഫോണിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. AI വിപ്ലവത്തിൽ ഇന്ത്യക്ക് പുതിയ ചുവടുവയ്പ്. രാജ്യത്തെ ആദ്യ സർക്കാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിക്കാൻ കർണാടക സർക്കാർ ഒരുങ്ങുന്നു. രാജ്യത്ത് ആദ്യമായി സർക്കാർ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിക്കാനൊരുങ്ങി കർണാടക. ബംഗളൂരുവിൽ നടന്ന ഗൂഗിൾ I/O കണക്ട് ഇന്ത്യ 2026 പരിപാടിയിൽ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറാണ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. ലോകോത്തര നിലവാരത്തിലുള്ള AI ഗവേഷണവും നൈപുണ്യ വികസനവും ലക്ഷ്യമിട്ടാണ് സർവകലാശാല സ്ഥാപിക്കുന്നത്. അക്കാഡമിക് സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സ്റ്റാർട്ടപ്പുകൾ, സർക്കാർ എന്നിവയെ ഒരുമിപ്പിക്കുന്ന AI ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം AI സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷണത്തിനുമായി പ്രത്യേക AI ഇന്നൊവേഷൻ ഹബ്ബ് ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. AI സർവകലാശാലയ്ക്കൊപ്പം പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ഡാറ്റാ സെന്ററുകളും സ്ഥാപിക്കാൻ കർണാടക സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, കൃഷി, ഭരണ സംവിധാനം എന്നിവയിൽ AIയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യയുടെ ടെക് തലസ്ഥാനമെന്ന ബംഗളൂരുവിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ആഗോള AI രംഗത്ത് രാജ്യത്തെ മുൻനിരയിലെത്തിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ കർണാടക ലക്ഷ്യമിടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ഇന്ത്യയുടെ ഭാവി വളർച്ചയ്ക്ക് ഈ സർവകലാശാല നിർണായക ചുവടുവയ്പാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.